ഈ ഹെയർ പോയിട്ടുള്ള ഏരിയ എത്ര ഏരിയ ഉണ്ടോ നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ അലോഷ്യസ് ചേട്ടൻ്റെ ഹെയർ ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി റെഡിയാക്കി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. വെറും 1 മണിക്കൂർ കൊണ്ട് പോയ മുടി നാച്ചുറലായി ഫിക്സ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ നമുക്ക് കാണാം. വാ. അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം പോരാ. നമ്മളിപ്പോൾ ഉള്ളത് ഹെഡ്സിലാണ്. ഹെഡ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിലീപ് മോഹനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത് അലോഷ്യസ് അല്ലേ. അദ്ദേഹം ഒരു സിംഗറാണ്, അതുപോലെ തന്നെ ഒരു ന്യൂസ് റീഡറാണ് അല്ലേ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലൂടെ പ്രൊസീജിയർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം സർജറി പേടിയുള്ളവർ അല്ലെങ്കിൽ PRP പേടിയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷനാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നേരിട്ട് കണ്ടോളൂ. ഇതുവരെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അത് നിങ്ങളെ നേരിട്ട് ലൈവായി തന്നെ ഞങ്ങൾ കാണിച്ചു തരാം. അതോടുകൂടി നിങ്ങളുടെ ആ ഒരു മുടിക്ക് ഉള്ളില്ലായ്മ അല്ലെങ്കിൽ മുടിക്ക് നീളക്കുറവ് അതും അല്ലെങ്കിൽ മുടിയില്ല എന്നുള്ളൊരു പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരം ലഭിക്കും. അപ്പോൾ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഈ ഹെയർ പോയിട്ടുള്ള ഏരിയ എത്ര ഏരിയ ഉണ്ടോ ആ ഏരിയ മാത്രം മെഷർമെന്റ് എടുക്കുന്നു. ആ മെഷർമെന്റിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഒറിജിനൽ മുടിയുടെ ടെക്സ്ചറും കളറും നോക്കുന്നു. ഇപ്പം കുറച്ച് നരച്ച മുടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ടെക്സ്ചറും കളറും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഏരിയ മാത്രമുള്ള ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നു. ആ ടെംപ്ലേറ്റിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്കിന്ന്, ആ സ്കിന്നിൽ ഹെയർ ഉണ്ടാവും. ഇതുപോലെ ടെക്സ്ചറും ഇതുമുള്ളത് അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കി അത് ഈ പോർഷനിലേക്ക് ബോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് യൂസ് ചെയ്യുന്ന അഡസീവ്സ് ഗമ്മുകൾ അത് വളരെ മെഡിക്കലി ടെസ്റ്റഡ് എന്ന് വെച്ചാൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള അഡസീവ്സ് ആണ്. വളരെ ലോ ക്വാളിറ്റി സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. 2 ഇതിന് യൂസ് ചെയ്യുന്ന ടേപ്സ് മെഡിക്കേറ്റഡ് ടേപ്സ് ആയിരിക്കണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റ് ചെയ്തു. അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബോണ്ട് നമുക്ക് ഈവൻ സ്വിമ്മിങ്ങിന് അണ്ടർ വാട്ടർ സ്വിമ്മിങ്ങിന് പോലും യൂസ് ചെയ്യാം. ഇത് വളരെ ഫേം ആയിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. നമുക്ക് ഇത് പിടിച്ച് വലിച്ചാൽ പോലും വരില്ല. ഒരു ഡൗട്ട് കേട്ടോ, ഇപ്പൊ ഒരു പാച്ച് പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മളിപ്പോ കുളിക്കുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു കവർ തലയിൽ വെച്ചു, വെള്ളം വീണ കവറിന്റെ മുകളിൽ നിൽക്കും. അപ്പൊ എന്റെ ആ തലയുടെ അത്രയും ഭാഗം നനയില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുമോ? നമുക്ക് ഈ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സുഷിരങ്ങളുള്ള ഒരു ബേസ് ആണ്, നെറ്റ് പോലെ ഒരു ബേസ് ആണ്. അപ്പം നമുക്ക് പൂർണ്ണമായും ഇത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതല്ല, ഇതിന്റെ ബോർഡർ മാത്രമേ പേസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പല കമ്പനികളും മുഴുവനായിട്ട് അങ്ങ് പേസ്റ്റ് ചെയ്ത് ബോണ്ട് ചെയ്യുന്നത്. അത് സ്കിന്നിന് ഒരിക്കലും നല്ലതല്ല. കാരണം ഇത് നമുക്ക് വെള്ളം ഒഴിച്ചാൽ, നേരത്തെ ചോദിച്ച പോലെ വെള്ളം ഒഴിച്ചാൽ അകത്തേക്ക് വെള്ളം ഇറങ്ങുകയും അകം ക്ലീൻ ആവുകയും സ്വെറ്റ് അതായത് നമ്മുടെ വേർപ്പ് പുറത്തേക്ക് വരികയും ചെയ്യണം ശ്വസിക്കാനായിട്ട്. അപ്പൊ അതിനൊരു വളരെ നെറ്റഡ് ബേസും ബോർഡർ പേസ്റ്റിംഗും ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടെക്നിക്ക്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, അതാണ് പ്രൊസീജിയർ ചെയ്താലോ. ഇതിപ്പോ നമ്മള് ആ ബേസ് നോക്കി നമ്മുടെ ഒരു 3 ഫിംഗർ എബവ് ഐബ്രോസ് ആണ് ഇതിപ്പോ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. ഇതിന് യൂസ് ചെയ്യുന്നത് റഷ്യൻ സ്കിൻ ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ ഈ പാച്ചിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് സൗത്ത് കൊറിയൻ മെയ്ഡ് ബേസ് ആണ്. ഈ ഹെയറും അത്ര ടെക്സ്ചർ ഇപ്പൊ നമുക്ക് നോക്കാം, വളരെ മാച്ചിങ് ആയിട്ട് ടെക്സ്ചറിലേക്ക് ഇത് ബ്ലെൻഡ് ആയിരിക്കുന്നത് കാണാം. ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന വിരലിലെണ്ണാവുന്ന കമ്പനീസ് ഇന്ത്യയിലും ഉള്ളൂ. അപ്പം ഞങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത് ഇത് എത്ര നാച്ചുറൽ ആക്കി എടുക്കാം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തുകയാണ്. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ഈ സെന്ററിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയോ? നമ്മളിത് കരമന കിള്ളിപ്പാലം അടുത്ത്, അതായത് ഡയഗണലി PRSന്റെ ഹോസ്പിറ്റലിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ബോർഡ് കാണാം ഇവിടെ വരുമ്പോൾ തന്നെ, മെയിൻ റോഡ് വരുമ്പോൾ തന്നെ. എവിടെയെല്ലാം ഉണ്ട് ബ്രാഞ്ച്? കേരളത്തിൽ നമുക്ക് 8 ബ്രാഞ്ചുകളുണ്ട്. പയ്യന്നൂർ മുതൽ ഇങ്ങോട്ട്, പയ്യന്നൂർ മുതൽ കൗണ്ട് ചെയ്താൽ പയ്യന്നൂർ, കൊയിലാണ്ടി, കാലിക്കറ്റ് ഇപ്പൊ പുതിയ സെന്റർ ഓപ്പണിംഗ് ആണ് വിത്തിൻ ഒരു 20 ഡേയ്സ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പെരിന്തൽമണ്ണ, മലപ്പുറത്ത്. പെരിന്തൽമണ്ണയിൽ ഒരു ബ്രാഞ്ച് കൂടെ ഉണ്ട്, തിരൂര്. അതിപ്പം കഴിഞ്ഞ ദിവസം ഇനോഗ്രേഷൻ കഴിഞ്ഞു. തൃശ്ശൂർ, അത് കഴിഞ്ഞാൽ തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ എറണാകുളം കഴിഞ്ഞാൽ കോട്ടയം, കൊല്ലം, പിന്നെ തിരുവനന്തപുരം. ഞാൻ നോക്കിയപ്പോൾ കേരളത്തിന്റെ മുക്കാ ഭാഗങ്ങളിലും ഉണ്ട്. കേരളത്തിന്റെ വെളിയിൽ ഞങ്ങൾക്ക് കർണാടകയിലാണ് 11 സെന്ററുകൾ ഉള്ളത്. അത് ബെൽഗാം മുതൽ മൈസൂർ വരെ, ബാംഗ്ലൂർ 3 സെന്റർ അടക്കം ബെൽഗാം മുതൽ മൈസൂർ വരെ ഉണ്ട്. ഇനി ഇന്ത്യക്ക് വെളിയിലുണ്ടോ? ഇന്ത്യക്ക് വെളിയിലുണ്ട്. ദുബൈയില്, അബുദാബിയിലുണ്ട്. ദുബൈയിൽ പ്രോപ്പർ ഷാർജയിലും ഉണ്ട്. പിന്നെ UK-യിൽ ഞങ്ങൾക്ക് 2 സെന്റർ ഉണ്ട്, പോർട്സ് മൗത്തിലും ലണ്ടനിലും. എല്ലാം ഹെഡ്സിന്റെ ശാഖകളാണ്. നമുക്ക് എന്താ ബാക്കി ചെയ്യേണ്ടത്? നമുക്കിപ്പം ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിപ്പോ ബ്ലെൻഡ് ആണ്. ഇതിപ്പോ ഞങ്ങൾ സർവീസിന് വന്ന അദ്ദേഹം സർവീസിന് വന്നാണ്. ആദ്യമായിട്ട് ഇത് ഫിക്സിംഗ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതിന്റെ ഒരു സ്കിൻ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? ഈ സ്കിൻ ഡീറ്റെയിലിംഗ് ആണ് നമ്മുടെ പ്രത്യേകത. ഇത് RSL മാതിരിയുള്ള പാച്ചുകൾക്ക് വളരെ സ്കിൻ ഈ നമ്മുടെ ഒറിജിനൽ സ്കിന്ന് പോലെ തന്നെ, ഇപ്പൊ ഒരു മുടി വകുപ്പെടുത്ത് ചീവിയ പോലും ഒറിജിനൽ സ്കിന്ന് പോലെ തന്നെ അത്ര ക്ലോസർ ഇതിൽ പോലും വളരെ നാച്ചുറൽ ആയിരിക്കും.
പിന്നെ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബ്രഷ് ചെയ്യാം, കോംബ് ചെയ്യാം എന്നുള്ളതാണ്. വാഷ് ചെയ്യാനായിട്ട് ഷാംപൂ നമുക്ക് വളരെ ഈ pH ബാലൻസ്ഡ് ആയിട്ടുള്ള, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയിട്ടുള്ള ഷാംപൂസും ഇത് യൂസ് ചെയ്ത് ഇതിന്റെ ലൈഫും വളരെ കാലം നിൽക്കും. ഓക്കെ, നമ്മളൊന്ന് ഫിക്സ് ചെയ്താൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും എന്റെ വീടിനടുത്തുള്ള ബ്രാഞ്ചിൽ കയറി ഞാൻ അത് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ഹെഡ്സിന്റെ ബ്രാഞ്ചിൽ കയറി ഫിക്സ് ചെയ്തു. ദെൻ എനിക്ക് ഈ ഹെയർ ഇപ്പം മന്ത്ലി നമുക്ക് ഹെയർ കട്ട് ചെയ്യണമല്ലോ, അല്ലെ 2 months കൂടുമ്പോൾ കട്ട് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, നമുക്ക് നോർമൽ ബാർബർ ഷോപ്പിൽ പോകാൻ പറ്റുമോ? അതർവൈസ് അതിന്റെ ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞുതരും. നമുക്ക് ഇത് ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സർവീസ് ചെയ്യാം, അതിന് ഒരു തർക്കമില്ല. ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ സലൂണിൽ വേണമെങ്കിലും പോവാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സലൂണിൽ പോയാൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ഇതിന്റെ ഒറിജിനൽ മുടി അല്ലെങ്കിൽ ഇതിന്റെ പാച്ച് ഹെയർ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചേട്ടാ അങ്ങോട്ടൊന്ന് തിരിയോ, അങ്ങോട്ട്. യെസ്, ഫൈസലക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ മുടിയും നമ്മളിപ്പോൾ വെച്ച മുടിയും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവാത്ത പോലും ഇല്ല. അപ്പൊ അത് അറിയാത്തത് കൊണ്ട് നമ്മളൊരു നോർമൽ സലൂണിൽ പോയാൽ അവരിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ അവർ ചിലപ്പോൾ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കളയും. അപ്പൊ മുടി വളർന്ന ഒരാൾക്ക് സൈഡ് ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈ പാച്ച് എടുത്ത് മാറ്റിയതിന് ശേഷം അത് കട്ട് ചെയ്യാം. പിന്നെ ഏറ്റവും അഡ്വൈസബിൾ നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് നമ്മുടെ സെന്ററിലേക്ക് വരുന്നതായിരിക്കും. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്, അപ്പൊ എല്ലാവർക്കും അടുത്തടുത്ത് തന്നെ വന്ന് ചെയ്യാനും പറ്റും, പോകാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇതിന്റെ മിനിമം എമൗണ്ട് എത്രയാണ്? ഒരാൾക്ക് ഹെയർ ഇല്ല, അദ്ദേഹത്തിന് ഹെയർ ഫിക്സ് ചെയ്യണമെങ്കിൽ മിനിമം ടു മാക്സിമം ഒന്ന് പറയാൻ പറ്റും? ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ ഇന്ത്യനൈസ്ഡ് ആയിട്ടാണ് ഇതിന്റെ പ്രൈസിങ് ചെയ്തിരിക്കുന്നത്. 10,000 രൂപ മുതൽ ഇതിന്റെ കോസ്റ്റ് ഉണ്ട്. അതിന്റെ മുകളിലേക്ക് പല റേഞ്ചുകളുണ്ട്, ക്വാളിറ്റി വേരിയൻസ് അനുസരിച്ച്. ഏറ്റവും മാക്സിമം 75,000 രൂപ വരെ ഉണ്ട്. ഒരുപാട് സെലിബ്രിറ്റികൾ ഹെഡ്സിന്റെ അണ്ടറിലുണ്ടല്ലേ? ഓക്കെ, അപ്പൊ അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ഇനിയിപ്പോ കട്ട് ചെയ്യണോ ഈ ഒരു ഹെയർ? ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണ്ട. ഇതിപ്പോ അദ്ദേഹത്തിന്റെ സർവീസിനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇനി ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി. അപ്പൊ അലോഷ്യസ് ചേട്ടന്റെ ഹെയർ ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി റെഡിയാക്കി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ? ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? 100%.